ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് സോഡാപ്പൊടിയോ ദോശമാവോ ഒന്നും ചേർക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പഴംപൊരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് മൈദയ്ക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. അഥവാ പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് വേണ്ടത് നമുക്ക്. ഇനി ഈ മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നേരെ ഈ മാവ് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. ഞാനിവിടെ ഒരു 3 പഴം, കുറച്ച് ചെറിയ പഴമായതുകൊണ്ട് ഒരു പഴത്തിന് 3 പീസാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു 9 പീസ് പഴം എടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഓരോ പഴം മാവിൽ നന്നായി ഒന്ന് മുക്കി കൊടുത്തിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഹൈ ഫ്ലെയിമല്ല, അതിന് കുറച്ച് കുറവിലായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് പഴംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെക്കരുത്, അങ്ങനെയാണെങ്കിൽ എണ്ണ കുടിക്കും, പിന്നെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമുക്ക് ഈ പഴംപൊരി തയ്യാറാക്കാം. ഇപ്പോൾ ഒരു ഭാഗം ചെറുതായി ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള പഴംപൊരിയും കൂടി തയ്യാറാക്കാം. ഞാനിതിന് മുമ്പ് ദോശമാവ് ചേർത്തിട്ടൊരു പഴംപൊരിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴംപൊരി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ പഴംപൊരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാവ് ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.